നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജി കേസിൽ ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് തള്ളി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരാമെന്നും നിയമപരമായ വിലക്കില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് നടത്തുക എന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത നീക്കങ്ങൾ എന്താണ്? വീണയ്ക്ക് സമൻസ് അയക്കുമോ? ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കവേ മറ്റൊരു കേസ് കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ, അതായത് ED ഉദ്യോഗസ്ഥർ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായി. ഈ കേസ് ഒരു വശത്ത് നടക്കുകയാണ്. ഈ കേസിൽ EDയുടെ അടുത്ത നിലപാട് എന്താണ് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അതായത് നേരത്തെയൊക്കെ ED വ്യക്തമാക്കിയതുപോലെ പ്രവർത്തകർ മാത്രമല്ല, പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയ നേതാക്കളുണ്ട്. ആ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം എത്തണം. അവരെയും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അവർക്കെതിരെയും അന്വേഷണം വേണം എന്നൊരു ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇന്ന് കൊച്ചിയിൽ യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ എന്തൊക്കെ നിർണായക തീരുമാനങ്ങളാണ് രണ്ട് കേസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തതെന്ന ചോദ്യം ഉയരുകയാണ്. ഒരു കേസ് മാസപ്പടി, രണ്ടാമത്തെ കേസ് പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച കേസ്. ഈ രണ്ടാമത്തെ കേസിൽ എന്താണ് EDയുടെ തുടർ നീക്കം എന്നതും നിർണായകമായ ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയൊരു നീക്കം, ഈ ഒരു കേസ് CBIക്ക് വിടാനുള്ള ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. റെയ്ഡിന് പിന്നാലെ ഉണ്ടായ ആക്രമണം അത് CBI അന്വേഷിക്കണം എന്നൊരു ആവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചത്. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണം അത് CBI അന്വേഷിക്കണം. അതിന് പിന്നിൽ, അതായത് ഈ നേതാക്കന്മാർ പെട്ടെന്ന് അക്രമാസക്തരാകുകയായിരുന്നു. ശാന്തമായി നടന്നൊരു പ്രതിഷേധമാണ്. മറ്റ് EDയുടെ ഭാഗത്തു നിന്ന് മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടയിൽ പെട്ടെന്നുണ്ടായ ആക്രമണം, കാറിന്റെ ചില്ലുകൾ അടിച്ച് തകർക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകണമെങ്കിൽ അതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? ഇവരുടെ ഫോണുകളടക്കം പരിശോധിക്കുന്നുണ്ടായിരുന്നു. ആരാണ് അത്തരത്തിൽ നിർദ്ദേശം നൽകിയത്? ആരെങ്കിലും നിർദ്ദേശം നൽകിയിട്ടാണ്? ഇപ്പോൾ നേതാക്കൾ അടക്കമുള്ളവർ പ്രതികരിച്ചത് അവരത് അറിഞ്ഞിട്ടില്ല, പ്രവർത്തകർ പെട്ടെന്ന് ആക്രമാസക്തരായതാണ് എന്നാണ്. അങ്ങനെയാണോ? അതോ മറിച്ച് മറ്റൊരു നിർദ്ദേശം അവർക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ അവർ ആക്രമണം നടത്തിയത് എന്നൊരു സംശയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം ED മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ EDയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്നൊരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും ED ഡയറക്ടർക്ക് കൊച്ചിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ SIT കേസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിനിടെ അക്രമം അന്വേഷിക്കുന്ന പോലീസ് സംഘം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരുടെ മൊഴിയും എടുത്തിരുന്നു. 4 ED ഉദ്യോഗസ്ഥരുടെയും 8 CRPF ജവാന്മാരുടെയും സാക്ഷികളായി ED കൊണ്ടുപോരുന്ന 2 ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും മൊഴികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചത്. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. അന്ന് ഇതിൽ 25 പേരെ അറസ്റ്റ് ചെയ്തു. നടന്നത് സ്വാഭാവിക പ്രതിഷേധമല്ല, സംഘടിത ആക്രമണമാണ് എന്ന തരത്തിലാണ് പിന്നീട് കേസ് മാറ്റിയിരിക്കുന്നത്. എന്നാൽ കോടതിയും ഇത് ശരിവെക്കുകയുണ്ടായി. അഭിപ്രായത്തിൽ സംഘടിത ആക്രമണം ആണ് നടന്നത് എന്ന വാദത്തെ ശരിവെക്കുകയുണ്ടായി. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെ ED ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു റെയ്ഡിന്റെ ആദ്യ മണിക്കൂറിലൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് മാധ്യമങ്ങളിൽ നിന്നും വാർത്ത വരുന്നത്, പ്രവർത്തകരൊക്കെ തടിച്ചുകൂടുന്നത്, പ്രതിഷേധം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രമാത്രം അതിനുശേഷം പ്രവർത്തകർ വെളിയിൽ ഇറങ്ങുമ്പോൾ കാറിന്റെ ചില്ലടിച്ചു തകർക്കുന്ന രീതിയിൽ സംഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇത്രമാത്രം അക്രമാസക്തമാകാൻ വേണ്ടി ഇതിന് പിന്നിൽ സംഘടിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ED വ്യക്തമാക്കുന്നത്. പെട്ടെന്നുണ്ടായ, അല്ലെങ്കിൽ ഒരു പ്രകോപനമുണ്ടായി പ്രവർത്തകർ നടത്തിയ ഒരു ആക്രമണമല്ല, കൃത്യമായ നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ ആക്രമണമാണ് എന്നൊരു വാദമാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന്മേൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ED മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം CMRL എക്സാലോജി കരാറിൽ ED അന്വേഷണം തുടരുന്നതിന് നിയമപരമായ വിലക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ ഇനി അപ്പീൽ പോകുന്നതിനുള്ള സാവകാശം പോലും CMRLന് നഷ്ടമായിരിക്കുകയാണ്. ആ ആവശ്യവും കോടതി തള്ളുകയുണ്ടായി. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനൊരു ആവശ്യം CMRL മുന്നോട്ട് വെച്ചു. പക്ഷേ ആ ആവശ്യവും തള്ളപ്പെട്ടു. സിവിൽ അന്വേഷണവുമായി EDക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ കോടതി ക്രിമിനൽ നടപടികൾക്ക് വിലക്കുണ്ടെന്ന് വ്യക്തമാക്കി. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണവുമാകാം. ഇതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാത്തതിനാൽ PMLA നിയമത്തിലെ 3-4 വകുപ്പ് അനുസരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള
ചുമത്തിയുള്ള ക്രിമിനൽ നടപടി ഇഡിക്ക് സ്വീകരിക്കാനാവില്ല. അപ്പീൽ നൽകുന്നതിനായി 2 ആഴ്ച കാലത്തേക്ക് ഇഡിയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRന്റെ ആവശ്യവും ഡിവിഷൻ ബെഞ്ച് തള്ളി. ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ CMRL ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കും. സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ആദ്യം മുതൽ തന്നെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നുവെന്ന് ഷോൺ ജോർജിന്റെ പ്രതികരണം. വീണ ഈ നിമിഷം വരെ കോടതിയെ സമീപിച്ചിട്ടില്ല എന്നും ഇന്നും ആ ബാന്ധവം തുടരുന്നു എന്നതിന്റെ തെളിവാണ് അതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണിതെന്നും കേസുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്ന BJP നേതാവ് ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. CMRൽ നിരത്തിയ വാദങ്ങൾ നിരവധിയാണ്. ചില വാദങ്ങളൊക്കെ നോക്കാം. അധികാര പരിധി മറികടന്നാണ് ഇഡിയുടെ അന്വേഷണം എന്ന CMRന്റെ വാദം വില പോയില്ല. മാത്രമല്ല അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ തടയണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ECIR രജിസ്റ്റർ ചെയ്യാത്തത് അന്വേഷണത്തിന് തടസ്സമല്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസ് അന്വേഷിക്കാനുള്ള അടിസ്ഥാന ക്രിമിനൽ കുറ്റമില്ലാതെയാണ് കമ്പനിക്കെതിരായ ED അന്വേഷണമെന്നും കേസ് റദ്ദാക്കണമെന്നുമായിരുന്നു ആവശ്യം. എന്തായാലും CMRന്റെ ആവശ്യം തള്ളപ്പെട്ടിരിക്കുകയാണ്. അതേസമയം പൊതുജനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള CMRൽ രേഖകൾ കൈമാറിയ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയില്ല വേണ്ടതെന്നും കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻ ചീറ്റ് ലഭിക്കുമോ ഇല്ലയെന്നും CMRനോട് വാദത്തിനിടെ കോടതി ചോദിച്ചിരുന്നു. കേസ് അന്വേഷണത്തിന് ഹൈക്കോടതി പച്ചക്കൊടി നൽകിയതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ, CMRൽ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഉടൻ നോട്ടീസ് നൽകി ED കടുത്ത നടപടികളിലേക്ക് കടക്കും. 2016 മുതൽ 2020-21 വരെയുള്ള കാലയളവിൽ 2 കോടിയിലധികം രൂപ വീണയ്ക്കും കമ്പനിക്കുമായി കരിമണൽ കമ്പനിയിൽ നിന്ന് IT സേവനങ്ങൾക്കെന്ന പേരിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജി കമ്പനി കരിമണൽ കമ്പനിക്കായി പ്രത്യേക സേവനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കമ്പനി ആദ്യ അന്വേഷണം നടത്തിയ SFAO കണ്ടെത്തൽ. ചെയ്യാത്ത സേവനത്തിന് നൽകിയ കോടികളിൽ നടന്ന കള്ളപ്പണ ഇടപാടാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. ആ ചോദ്യത്തിന് EDക്ക് ഉത്തരം അറിയേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് അവരെ ആക്രമിക്കുന്ന തരത്തിൽ പ്രവർത്തകർ തിരിയുന്ന സാഹചര്യം ഉണ്ടായത്. ED മുതിർന്ന ഉദ്യോഗസ്ഥൻ രാഹുൽ നവീൻ വിളിച്ച നിർണായക യോഗം രാവിലെ കൊച്ചിയിൽ നടക്കുകയായിരുന്നു. ആ ഒരു യോഗത്തിലെ തീരുമാനങ്ങൾ അനുസരിച്ച് ഉടൻ തന്നെ നിർണായക നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ED പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിന് മുന്നിൽ നടന്ന ആ ഒരു ആക്രമണം, അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. അക്രമാസക്തമായിരുന്നു. വളരെ എത്തരത്തിലാണ് അവർ ആക്രമണം നടത്തിയതെന്ന് അടക്കമുള്ള ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. CPIM
പ്രതിഷേധം